ഡിസ്പെക്കബിൾ മീ 4 ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ സിനിമയാണ്. നിങ്ങൾ ഡിസ്പെക്കബിൾ മീ ആ ഒരു ഫ്രാഞ്ചൈസിയിലെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിനിമ എന്താണ്, അതിൻ്റെ ഫൺ എലമെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ഗ്രൂ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണുന്ന സമയത്ത് ഒരു സൂപ്പർ വില്ലൻ ആവാനായിട്ട് ശ്രമിക്കുന്ന ഗ്രൂ, പിന്നെ എങ്ങനെയാണ് ആ ഒരു ആൻറ്റി വില്ലൻ ലീഗിലൊക്കെ ചെല്ലുന്നത്, എങ്ങനെയാണ് ഒരു ഫാമിലി ഫോർമേഷൻ ആവുന്നത്, ഫാമിലി ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ 3 പാർട്ടിലായിട്ട് കണ്ടതാണ്. ആ ഒരു ഇതിലെ 4ാമത്തതാണ്. അപ്പം ഞാൻ ഈ 3 പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. 4th എന്ന് പറയുന്ന ആ ഒരു സിനിമയെ പറ്റിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ ആമസോൺ പ്രൈമിൽ പോയി കാണുക. ആമസോൺ പ്രൈമിൽ ഈ ഒരു 3 സിനിമകളും അവൈലബിൾ ആണ്. ഈ 4ാമത്തെ സിനിമ ആക്ച്വലി ഇതിൻ്റെ ഒഫീഷ്യൽ OTT റിലീസൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് നല്ലൊരു HD പ്രിൻ്റ് കിട്ടിയപ്പോൾ ഞാൻ കണ്ടതാണ്. ഇതൊരു തിയേറ്റർ വാച്ച് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ കണ്ടതിനെ കുറച്ചും കൂടെ നല്ല എക്സ്പീരിയൻസ് കിട്ടിയാണ്. കാരണം നമ്മൾ ഈ മൈൻഡ് സെറ്റോട് കൂടി വരുന്ന കുറച്ച് ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പം കിട്ടുന്നൊരു ഫീൽ വേറെയാണല്ലോ. ഒരു അനിമേഷൻ സിനിമ ആയതുകൊണ്ട് ഇത് തിയേറ്ററിൽ പോയി കാണാൻ പാടില്ല എന്നൊന്നുമില്ല. കാരണം ഇൻസൈഡ് ഔട്ട് ഇപ്പോൾ തന്നെ അവഞ്ചേഴ്സിൻ്റെ കളക്ഷനെ വരെ ഔട്ട്ഗ്രോസ് ചെയ്തിട്ടുള്ള നിൽക്കുന്ന സമയമാണ്. അപ്പം ഈ ഒരു സിനിമ ഇലൂമിനേഷൻ്റെതാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെതാണ്. അപ്പം ഡിസ്നിയുടെ അണ്ടറിൽ വരുന്ന സിനിമയല്ല ഈ ഒരു ഡിസ്പെക്കബിൾ മീ എന്ന് പറയുന്നത്. അല്ലേ, അങ്ങനെയല്ലേ? അഥവാ അത് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. അപ്പം ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂ ആഗ്നസിനെ കല്യാണം കഴിച്ച് അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു, ഗ്രൂ ജൂനിയർ. അവിടെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ സൂപ്പർ വില്ലൻ വരുന്നു, മാക്സിം മാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ വില്ലൻ വരുന്നു. ആ ഒരു സൂപ്പർ വില്ലനെ പിടിക്കാനായിട്ട് പോകുന്ന ഗ്രൂ അങ്ങനെ ആദ്യം ഒന്ന് പിടിച്ചു കൊടുക്കുന്നു. പക്ഷേ വീണ്ടും എസ്കേപ്പ് ആവുന്നു. അത് ഇവർക്ക് ലൈഫ് ത്രെട്ടൻ ആവുന്നു. അങ്ങനെ പോകുന്ന ഒരു റിവെഞ്ച് സ്റ്റോറി ആയിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ഡിസ്പെക്കബിൾ മീ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ വില്ലനാണ്, എത്ര ക്രൂരനായ വില്ലനാണെന്ന് പറഞ്ഞാലും അവസാനം ഇത് കൊണ്ടു നിർത്തുന്നത് നന്നാവും, അല്ലെങ്കിൽ ഒരു വില്ലന് ഒരു ഗുഡ് സൈഡ് കാണിച്ചുകൊണ്ടായിരിക്കും നിർത്തുന്നത്. അതിപ്പം ഫസ്റ്റ് തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്ത് വലിയ സൂപ്പർ വില്ലനാണെങ്കിലും ആ ഒരു വില്ലന് ഒരു ഗുഡ് സൈഡ് കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കൊണ്ടു നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ബ്ലഡ് ഷെഡോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവോ ഒന്നും കൊണ്ടുവരുന്നത്. കാരണം ഇത് ഒരു 13+ മൂവി എന്നൊക്കെ, 13+ ഒന്നും പറയാൻ പറ്റത്തില്ല, അണ്ടർ 13 എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഇതിൽ വിൽക്കുന്ന സിനിമയാണ്. അപ്പം ആ ഒരു ഗുഡ് സൈഡ് കാണിച്ചാണ് നിർത്തുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു സിനിമയിൽ കുറച്ചും കൂടെ ഫാമിലി ബോണ്ടിങ്, ആ ഒരു ഫാമിലിയിൽ പുതിയൊരു മെമ്പർ ഗ്രൂ ജൂനിയർ വരുന്നു. അപ്പോൾ അതും ഈ ഗ്രൂ ജൂനിയറും ഗ്രൂവായിട്ടുള്ളൊരു ബോണ്ടിങ് ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് പോപ്പി എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. കുറേ പുതിയ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ആ ഒരു പഴയ ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ക്രിയേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പെക്കബിൾ മീയിൽ ഇനി എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഒരു ക്യാരക്ടേഴ്സൊന്നും ഏജ് ആവില്ല. ഇവരൊരു ടൈം ലൂപ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഈ സെയിം ഏജിൽ തന്നെ ആയിരിക്കും. അതായത് ഒരു ക്യാരക്ടേഴ്സും പ്രായമാകില്ല. ഇപ്പം എങ്ങനെയാണോ അവരങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് കാണിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും. അതൊരു നല്ല കാര്യമാണ്. ഇനിയും ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ പുതിയ സിനിമകൾ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഫേവറേറ്റ് ഡിസ്പെക്കബിൾ മീ സിനിമയൊന്നും അല്ല. എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഫസ്റ്റും സെക്കൻഡും ആണ്. ഫസ്റ്റ് സെക്കൻഡും ഗംഭീര, ഫസ്റ്റാണ് കിടുന്ന സാധനം. ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് കുറച്ചും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അത്രയ്ക്കൊരു ആ ഗ്രൂവിൻ്റെ പെർഫോമൻസ് ഒന്നും കാണിക്കാനായിട്ടുള്ള സാധനങ്ങളില്ല എന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ അത് സാധാരണ അങ്ങനെയല്ല നമ്മൾ കാണുന്ന ഡിസ്പെക്കബിൾ മീ സിനിമകൾ അങ്ങനെയല്ല. ഇതിനകത്ത് അത് കുറഞ്ഞു പോയ പോലൊരു ഫീലുണ്ട്. ഭയങ്കര സൂപ്പർ വില്ലനെയൊക്കെ കാണിച്ചിട്ട് ആ ഒരു സൂപ്പർ വില്ലൻ പെർഫോം ചെയ്യാനുള്ള സമയമില്ലാതായി പോയി. പിന്നെ ഒബ്വിയസ്ലി എടുത്ത് പറയേണ്ടത് മിനിയൻസാണ്. ഡിസ്പെക്കബിൾ മീ ആണോ, അതിനകത്ത് മിനിയൻസ് ഇല്ലാണ്ടൊരു പരിപാടിയില്ല. മിനിയൻസിൻ്റെ ആർമി അവർ ആ ഒരു സൈഡ്, മിനിയൻസ് എന്ന് പറയുന്ന സാധനം അവർ ഗംഭീരമായിട്ട് തന്നെയാണ് ആ മിനിയൻസിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ളത്. ഈവൻ മിനിയൻസ് കുറേ ഉണ്ടെങ്കിലും അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മിനിയൻസ് എന്ന് പറയുന്ന സാധനം ഗംഭീരമായിട്ട് തന്നെയാണ്. മിനിയൻസ് എന്ന് പറയുന്ന സിനിമയുണ്ട്, അതൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ഡിസ്പെക്കബിൾ മീയിലേക്ക് വരുമ്പം മിനിയൻസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് ഗ്രൂവിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിനിമ നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഇത് മോശം സിനിമയാണെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഡിസ്പെക്കബിൾ മീയിൽ 1ഉം 2ഉമാണ്. 3 കുഴപ്പമില്ല, പക്ഷേ 4 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 3 സിനിമ കുറച്ചും കൂടെ മുകളിലേക്ക് നിൽക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർ കുറച്ചും കൂടെ ഫാമിലി എലമെൻറ്റ്സ് കൊണ്ടുവരാണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂവിനെ പെർഫോമൻസ് ചെയ്യാൻ വിടാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇങ്ങനെ ഗ്രൂവിനെ പിടിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് പെർഫോം ചെയ്യാനുള്ള സമയമുണ്ട്, പക്ഷേ ഗ്രൂവിന് അങ്ങനെ ആകെ 1-2 സീന ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്ന പോലെ. അതായത്
ഒരു സ്റ്റോറി ഒരു ഫ്ലോയിൽ പോയിട്ട് ഇത് കൊണ്ടങ്ങ് നിർത്താം, 1.5 മണിക്കൂറാകുമ്പോൾ നിർത്തണം എന്നുള്ള രീതിയിൽ പെട്ടെന്നൊരു ക്ലൈമാക്സ്, ഒരു 2 മിനിറ്റിൽ ക്ലൈമാക്സ് നിർത്തുന്ന ഫീലാണ്. മറ്റേ ഇപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും അങ്ങനെ അല്ല, കുറച്ചും കൂടെ ഡിസ്ക്രൈബായിട്ട് നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് കൊണ്ടുവരുന്നു പോലൊരു ഫീല്. ഇനി അടുത്ത സിനിമകൾ മേ ബി ഇതിൻ്റെ സ്റ്റോറിയുടെ ബാക്കിയൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യുമായിരിക്കാം. ഇതിൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് സീൻ ഭയങ്കര രസമാണ്, അത് ഭയങ്കര ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമായിരുന്നു. ഏതായാലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഡിസ്പെക്കബിൾ മീ ഫ്രാഞ്ചൈസിയിലെ ഒരു നല്ല സിനിമയാണ്. എൻ്റെ ഫേവറേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ബാക്കി 3 സിനിമ എൻജോയ് ചെയ്യാം, അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് ഡിസ്പെക്കബിൾ മീ 4 എന്ന് പറയുന്നത്. നിങ്ങൾ പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്കിത് അഭിപ്രായമാണോ നിങ്ങൾ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.